എൻ്റെ ഏകാന്തവാസക്കാലത്ത് ഇറാഖ് ഗുഹയിൽ അല്ലെങ്കിൽ എൻ്റെ ഹിമാലയമല്ല എൻ്റെ അട്ടത്ത് എൻ്റെ ഗുരുവായ വീരാൻ പാപ്പയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ അനുഭവമാണ് ഞാൻ വെച്ച് നോക്കുന്നത്. എല്ലാം കറക്റ്റാണ്. എൻ്റെ ഗുരുവെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് വേണ്ടത്. എപ്പോഴും ആ ഒരു മുഖം മാത്രം കണ്ടിൽ, ഒരു സ്വരം മാത്രം കാതിൽ, മയങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ്. അത് മാത്രമല്ല, അങ്ങനെ ആ വീരാൻ പാപ്പാണ് ഞാൻ എന്നുള്ള ബോധത്തിലാവണം, ആ ശ്രമത്തിലാവണം, ഇതിലാവണം, അവനായി മാറും. ഇതാണ് ലൈലത്തുൽ ഖദ്ർ വെളിവാക്കിക്കൊണ്ട് അള്ളാഹു ചിന്തിച്ചേർന്ന് അള്ളാഹു മോനെ ലൈലത്തുൽ ഖദ്ർ വെളിവാകും. ലൈൽ എന്ന കൂരികളാണ്. ആ കൂരികളിൽ വെളിച്ചം വരണം, ഖദ്ർ വെളിവാണ്. ഇപ്പം നമ്മൾ കൂരികളെന്താ? അള്ളാഹുവിനെ യഥാർത്ഥത്തെ കാണാതെ അറിയാതെ അന്ധകാരത്തിൽ പെട്ടിരിക്കുക. അള്ളാഹു ഉണ്ട് താനും, കാണാത്തതുകൊണ്ടാണ്, കൂരികളായതുകൊണ്ട്, വെളിച്ചമില്ലാത്തതുകൊണ്ട്. അപ്പം അതിലേക്ക് ആ ആകാശഭൂമി പ്രകാശമായ അള്ളാഹു ഇറങ്ങി വരണം. നൂറുള്ള അനമി നൂരില്ല ഇറങ്ങി വരണം. അതാണ് ഇറങ്ങി വന്നതാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ലൈറ്റ് കറണ്ടിലേക്ക് കത്തൂലല്ലോ. ഈ ആത്മാവിനെ പോലെ തന്നെ കറണ്ട് പോഷനിലൂടെയൊക്കെ പോകണം. അതിൻ്റെ കേന്ദ്രം ഉണ്ടാവും. അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ളം ചാടിയിട്ട് തിരിഞ്ഞിട്ടാണ്. വെള്ളം ഏതിൽ നിന്നാവുന്നത്? ലോകത്തെ എല്ലാത്തിനും പ്രകാശം, എന്നെ പോലും പ്രകാശിപ്പിക്കുന്നത് ആ സൂര്യകിരണങ്ങളിൽ നിന്നുകൊണ്ടാണ്. അതെ, അത് തന്നെ തുടർന്ന് വന്നുകൊണ്ട് നമ്മൾ പറയും പരമാത്മാവ് എന്ന് പറഞ്ഞു. നമ്മളെ ഉമ്മയുടെ ഗർഭത്തിലിരുന്നപ്പോൾ മോനെ ഉമ്മ മരിച്ചുപൂടിയിരിക്കുന്ന ഇതും ആ ചോരയും ഇതൊക്കെ തന്നെ മറ്റേ പൊക്കൽക്കൊടിയിലൂടെ നമുക്ക് കിട്ടി നമ്മൾ വളർന്ന രൂപം കൊണ്ടുവരും. എന്ന പോലെ ആ ഉമ്മയും ബാപ്പിയും ഏകമായ ഇലാഹിൻ്റെ ഗർഭത്തിലാണ്, ഉമ്മൻ്റെ ഗർഭത്തിലെ പോലെ. അപ്പോൾ ഉമ്മ വലിച്ചെടുത്ത് ഉമ്മായിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആത്മാവ് തന്നെ നമുക്ക് അവിടെ ഗർഭത്തിൽ പൊക്കൽക്കൊടിയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കണം. എന്നപോലെ ഈ ഉമ്മായും ബാപ്പിയോ ഏകമായ ഈ ഗർഭത്തിൽ നമ്മൾ ആ പിതാവിൻ്റെ ആ പ്രകാശം ഊർജം തന്നെയാണ് കിരണങ്ങളായി വന്ന് നമുക്ക് വലിച്ചെടുക്കുന്നത് കിട്ടിക്കൊണ്ടേയിരിക്കുക.